സർ, ഏത് സമയത്തും യുദ്ധസജ്ജമാണ് ഇന്ത്യ. കാരണം പാകിസ്ഥാൻ ആദ്യം അടിക്കുമെന്നാണ് പറയുന്നത്. ആദ്യം അടിച്ചാൽ തിരിച്ചടി കുറച്ച് കുറയുമല്ലോ. അതുകൊണ്ട് ആദ്യം നമുക്ക് കയറി അങ്ങ് അടിക്കാം. അത് ഇന്ത്യയെ സംബന്ധിച്ചൊരു സൗകര്യമാണ്. കാരണം ആദ്യം അടിച്ചു എന്ന് പറഞ്ഞിട്ട് ഇന്ത്യക്ക് ഇന്ത്യയുടേതായ നിലപാട് സ്വീകരിക്കാമല്ലോ. ഇപ്പോൾ അതിർത്തിയിൽ ഒരു ഡ്രോൺ കണ്ടു, പെട്ടെന്ന് അത് അപ്രത്യക്ഷമാവുകയും ചെയ്തു. ഇന്ത്യൻ സേന മുഴുവൻ അതിർത്തി വളയുകയും ചെയ്തു. എന്താണ് ആ ഡ്രോണ്? പാകിസ്ഥാൻ തുടങ്ങി വെച്ചതാണോ? അതിർത്തിയിൽ ഡ്രോൺ സാന്നിധ്യം കണ്ട് 3 മിനിറ്റോളം ഡ്രോൺ സാന്നിധ്യം ഉണ്ടായിരുന്നവർ. അപ്പം തുടങ്ങി വെച്ചതാണോ എന്ന് ചോദിച്ചാൽ പാക് പ്രകോപനം ഉണ്ടല്ലോ. മാത്രമല്ല നമ്മൾ ഏറ്റവും ഇപ്പം കൃത്യമായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് കാശ്മീർ അതിർത്തി മേഖല. കാരണം ഏറ്റവും കൂടുതൽ നുഴഞ്ഞു കയറ്റക്കാർക്ക് അല്ലെങ്കിൽ അവിടെ നുഴഞ്ഞ് കയറിയിരിക്കുന്ന ഭീകരന്മാർക്കും തീവ്രവാദികൾക്കും ഒക്കെ അല്ലെങ്കിൽ അവരെയൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് അവർക്കെതിരെ നീക്കങ്ങൾ നടത്തുന്നുണ്ട്. അപ്പം അവിടെ ഉള്ളവർക്ക് വേണ്ടിയുള്ള മയക്കുമരുന്നാണെന്ന് പറയുന്നു, അല്ലെങ്കിൽ ആയുധങ്ങൾ. ഇതിനാണ് ഡ്രോൺ ഉപയോഗിക്കുന്നത് താഴോട്ട് ഇട്ട് കൊടുക്കുന്നതിന്, അതായത് ക്യാച്ച് ചെയ്യുന്ന അതായത് പിടിക്കുന്നതിനും അത് ഉപയോഗിക്കുന്നതിനും വേണ്ടപ്പെട്ട ആളുകൾ അവിടെ ഉണ്ടാകും. അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത്. അവിടെ നുഴഞ്ഞ് കയറിക്കഴിഞ്ഞാൽ വേണ്ട ആയുധങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി ഡ്രോണുകൾ ഉപയോഗിക്കുന്നതായിട്ട് നേരത്തെ നമ്മുടെ പട്ടാളത്തിനും അല്ലെങ്കിൽ അത്തരത്തിൽ കാര്യങ്ങൾ നടക്കുന്നുമുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു നിരീക്ഷണമാണ്. അപ്പം ഇതിനകത്ത് നിരീക്ഷിച്ചുകൊണ്ടിരുന്നപ്പോൾ ഡ്രോണുകൾ കണ്ടു. ആ ഡ്രോണുകൾ നമ്മളിൽ അതിൻ്റെ പുറകിൽ അല്ലെങ്കിൽ ഉണ്ടെന്ന് കണ്ടപ്പോൾ അപ്രത്യക്ഷമായി. അപ്പം ഇത് ഡ്രോണുകളുടെ സാന്നിധ്യം പാകിസ്ഥാനിൽ നേരത്തെ നമ്മുടെ സിന്ധു ടൂവിനകത്ത് യുദ്ധത്തിനകത്ത് കണ്ടായിരുന്നല്ലോ ഡ്രോണുകളുടെ സാന്നിധ്യം. അല്ലെങ്കിൽ മറ്റ് പലതിനും ഡ്രോണുകൾ ഉപയോഗിക്കുന്നു. അത് ലോകത്തുടനീളം ഡ്രോണുകളാണ് യുദ്ധത്തിന് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. കാരണം പ്രതിരോധ മേഖലയിൽ മാത്രം മറികടക്കുന്നതിന് പല ഡ്രോണുകൾക്കും സാധിക്കുന്നുണ്ട്. പിന്നെ പല രീതിയിലാണ് ഡ്രോണുകൾക്ക് ചിലവ് കുറവാണല്ലോ, കണ്ണ് വെട്ടിക്കാൻ എളുപ്പമാണല്ലോ. മാത്രമല്ല ഇപ്പം ഡൽഹി സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന റിപ്പോർട്ടുകൾ കണ്ടില്ലായിരുന്നു. പാകിസ്ഥാനിൽ നിന്ന് ഡ്രോണുകൾ കൊണ്ടുവന്ന് ഇവിടെ, അതായത് 10-25 കിലോമീറ്റർ പറക്കാൻ പറ്റുന്ന രീതിയിലൊക്കെയുള്ള ഡ്രോണുകൾ അവിടുന്ന് കിടത്തി ഇവിടെ വേണ്ട രീതിയിൽ അത് ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി ആലോചിച്ചിരുന്നു. അത് നടക്കാതെ പോയതെന്ന് പറഞ്ഞാൽ അന്വേഷണ സംഘം സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തത് കൊണ്ടാണ് അത്തരത്തിലൊരു നീക്കം നടക്കാതെ പോയതെന്നാണ് ഇപ്പോഴത്തെ അന്വേഷണത്തിൽ നിന്ന് വരുന്ന റിപ്പോർട്ട്. അല്ലെങ്കിൽ വലിയ ദുരൂഹമായ വലിയ സംഭവം നടക്കൂലേ സാർ? അതായത് വലിയൊരു ദുരന്തം ഇവിടെ സംഭവിക്കില്ലായിരുന്നു? അല്ല, ദുരന്തം സംഭവിക്കാം, VIP-കളെ ആക്രമിക്കാം. അത് ഒരിക്കലും ഉദ്ദേശിക്കുന്നില്ലല്ലോ. ഒരു ഡ്രോണ് എവിടെ നിന്നേലും പണ്ട് ഇവരെ ചെയ്തേ അതില്ല, അതിനകത്ത് കയറി ഇരുന്നിട്ട് ഇറാനകത്ത് കയറി മൊസാദ് കയറി അതിനകത്ത് ഇരുന്നിട്ട് അവന്മാരെ രണ്ടാമത് അതാണല്ലോ കൈകാര്യം ചെയ്തത്. ആ രീതിയിലേക്കുള്ള ഓപ്പറേഷൻസ് അല്ലെങ്കിൽ അത്തരത്തിലേക്ക് കാര്യം ഇത് പിടിച്ചില്ലായിരുന്നെങ്കിൽ അപ്പം നമ്മൾ ഇവിടുന്ന് അതിൻ്റെ ഉറവിടം ഡ്രോണുകൾ അല്ലെങ്കിൽ ഇത് എവിടെയെങ്കിലും വെച്ചിരുന്നിട്ട് അതിൻ്റെ ഉറവിടങ്ങൾ കണ്ടെത്താനൊക്കെ പാടാ. ഇപ്പൊ രണ്ടാമത് റഷ്യയിൽ ആക്രമിച്ച അങ്ങനെയല്ലയോ ഈ ഒരു ഉക്രൈൻ അറിഞ്ഞ് അവരുടെ ഒരു 4-5 ഫൈറ്റർ ജെറ്റുകളും എല്ലാം കൂടെ അവിടെ ചെന്നിട്ട് അതിനകത്ത് ഡ്രോൺ കടത്തി റഷ്യക്കകത്ത് നിന്നുകൊണ്ട് തന്നെ ഡ്രോണുകൾ പറത്തിയാണല്ലോ ചെയ്തത്. അതേ രീതിയിലേക്കുള്ള ഒരു ആക്രമണത്തിന് വേണ്ടിയുള്ള ശ്രമമായിരുന്നു. അതായത് ഈ ഓപ്പറേഷൻ അല്ലെങ്കിൽ ഇതിന്റെ പുറകിൽ അന്വേഷണ സംഘം ഡോക്ടർമാരെ പിടിച്ചത് കൊണ്ടാണ് ഇത്തരത്തിൽ ഓരോ ഓപ്പറേഷൻ നടക്കുന്നത് മനസ്സിലായത്. അതിനകത്ത് ഒരുത്തൻ ഓപ്പറേഷൻ ബാക്കിയുള്ളവരെ പിടിച്ചപ്പോൾ എന്നെ പിടിക്കാൻ വരുന്നു എന്ന് കണ്ട് അവൻ വണ്ടിയെടുത്ത് അവനെ കൊണ്ടൊക്കുന്ന സ്ഫോടക വസ്തുവായിട്ട് പോയി ബോംബ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പ് പൊട്ടിത്തെറിച്ചു. ആ ഒരു പൊട്ടിത്തെറിക്കകത്ത് നിന്ന് ഇപ്പം വലിയ വലിപ്പത്തിൽ അന്വേഷിച്ച് വരുമ്പോൾ, അല്ലെങ്കിൽ ഇത് വളരെ ഇത്രയും ഗൗരവകരമായിട്ട് അന്വേഷിക്കത്തില്ലായിരുന്നു, സ്പീഡിൽ അന്വേഷിച്ച് വന്നപ്പോൾ ഇതിൻ്റെ റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ വെളിയിൽ വരുന്ന റിപ്പോർട്ടുകൾ വരെ ആഭ്യന്തര സുരക്ഷയെ ബാധിക്കുന്ന രീതിയിലായതുകൊണ്ട് റിപ്പോർട്ടുകൾ ഒരു പരിധി കൂടുതൽ വെളിയിൽ വിടത്തില്ല. ഇപ്പോൾ വെളിയിൽ വരുന്ന റിപ്പോർട്ടുകളായി കേൾക്കുന്നത്. വെളിയിൽ വരുന്ന റിപ്പോർട്ടുകൾ നേരത്തെ ഇതുപോലെ കാശ്മീർ താഴ്വരയിൽ നിന്ന് ഒരുത്തിനെ പിടിച്ചവന് മിസൈൽ വരെ ഉണ്ടാക്കാൻ അറിയാം, ഡ്രോൺ ഉണ്ടാക്കാൻ അറിയാം, ഡോക്ടറെ അത് പഠിപ്പിക്കാൻ വന്നതെന്നാണ് പറഞ്ഞു. അവന് അതിൻ്റെ സാങ്കേതിക വിദ്യ അറിയാവുന്നവനാ ആ രീതിയിൽ. അപ്പോൾ ഒരുത്തിനെ കിട്ടിയിട്ടുള്ളൂ. ഇനി എത്രമാർ ഇതുപോലെ സാങ്കേതിക വിദ്യ അറിയാവുന്നവന്മാർ കോഡ് നെയിമിലും മറ്റ് പല രീതിയിലും ഒക്കെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് മനസ്സിലാവാത്ത കോഡും പേരും മറ്റതും മറിച്ചതും ഒക്കെ ആയിട്ട് ഇരിപ്പുണ്ടായിരിക്കും. എന്തായാലും ഇത് പൂർണ്ണമായിട്ടും പിടിക്കാൻ പറ്റുന്ന ഒരവസ്ഥയൊന്നും ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അഥവാ പൂർണ്ണമായിട്ടും പിടിച്ചാൽ തന്നെ സ്ലീപ്പർ സെല്ലുകൾ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു സ്ലീപ്പർ സെൽ അപ്പാവും. അവന്മാരെല്ലാം പിടിച്ചു കഴിയുമ്പോഴത്തേന് അവർക്ക് മനസ്സിലാവാത്ത രീതിയിൽ ഒരു സ്ലീപ്പർ സെൽ ഉണ്ടല്ലോ. ആവശ്യത്തിന് ഏറ്റവും വേണ്ടപ്പെട്ട സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിന് മാത്രം ഉയർത്തെഴുന്നേക്കേണ്ട ഒരു സാധനം ആ സ്ലീപ്പർ സെൽ എന്ന് പറയും. ഇപ്പം പ്രധാനമന്ത്രിയെ വധിക്കുന്നതിന് വേണ്ടി ഒരു ഗൂഢാലോചന നടത്തി ആ സമയത്ത് പൊങ്ങി വരും. അതുവരെ ഇവരെ ആരും ശ്രദ്ധിക്കാതെ സാധാരണ ഒന്നും മനസ്സിലാവാതെ അതിനാ സ്ലീപ്പർ സെൽ എന്ന് പറയുന്നത്. അത് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായ കോഡുകൾ ഉപയോഗിച്ച ഓരോ പോയിന്റ് സ്ലീപ്പർ സെൽ എന്ന് പറഞ്ഞാൽ 1, 2, 3 പേരിക്കുള്ളൊന്നും കാണത്തില്ല. നമ്മൾ വിചാരിക്കുന്നത് പണ്ടാരം അടങ്ങുന്ന ഒരാൾ കാണത്തില്ല, നേരെ ലീക്കാവും.
അപ്പം അതേ രീതിയിൽ. അപ്പം ഇപ്പം ഞാനീ പറഞ്ഞ ഡ്രോണുകൾ നേരത്തെ അവിടുന്ന് എന്തായാലും തിരിച്ചടി കിട്ടുമെന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ 2 ദിവസമായതേ ഉള്ളൂ ഈ രീതിയിൽ ഡ്രോണുകൾ പറഞ്ഞിട്ട് തിരിച്ചടി കിട്ടുമെന്ന് പറഞ്ഞപ്പം ആദ്യമേ പാകിസ്ഥാൻ ഉദ്ദേശിക്കുന്നത് എന്തുപോലും അടി കിട്ടും, നമ്മൾ കയറി ആദ്യം അറ്റാക്ക് ചെയ്തിട്ട് നമുക്കൊരു ഈ ആഘാതം ഉണ്ടാക്കി അല്ലെങ്കിൽ ഇതുണ്ടാക്കിയാൽ തിരിച്ചടി നമുക്ക് കിട്ടി, നമുക്ക് പ്രശ്നം വന്നാലും നമ്മളാണല്ലോ കയറി ആദ്യം അടിച്ചതെന്നുള്ള രീതിയിൽ ആദ്യം അങ്ങനെ കയറി അറ്റാക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡാമേജ് ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ള രീതി ഇവരെ ചർച്ച ചെയ്യുന്നുണ്ട്. അവന്മാർക്ക് എങ്ങനെ വന്നാലും നമ്മൾ നശിച്ചു, എങ്ങനെ വന്നാലും ഇന്ത്യ കയറി അടിക്കണം. അപ്പം എൻ്റെ ഒരു വേർഷൻ അതിനകത്ത് ഈ ഒരു ആലോചന, ഈ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ നമുക്ക് തിരിച്ചടിക്കാൻ പറ്റാത്തത് എന്താണെന്നറിയോ? കഴിഞ്ഞ ദിവസം മോദി പറഞ്ഞു തിരിച്ചടിക്കും ഉറപ്പാണ്. അതിൻ്റെ തിരിച്ചടിക്ക് താമസം എടുക്കുന്നത് നമ്മൾ മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ വരുന്ന റിപ്പോർട്ട് അനുസരിച്ചെന്ന് പറഞ്ഞാൽ ഇതിന് വ്യക്തത വരുത്തി ഇന്നാളാന്നുള്ള തെളിവുകൾ ശേഖരിക്കുന്നതിനകത്ത് അല്ലെങ്കിൽ നമ്മൾക്ക് പലരെയും ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ടല്ലോ. അല്ലെങ്കിൽ ആ രീതിയിലാണ് നമ്മുടെ ശൈലി. ബോധ്യപ്പെടുത്തേണ്ടതെന്ന് പറഞ്ഞാൽ ഇല്ലെങ്കിൽ ആരാണ് ചോദിക്കുമെന്നുള്ളതല്ല, നമ്മുടെ ഒരു ശൈലി അതാ. അപ്പം അതുകൊണ്ടാണ് താമസം എടുക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പം അതിന് ഒരു കാരണം ഇപ്പം അവിടെ നിന്ന് ആദ്യം കടിച്ചാൽ കുഴപ്പമില്ലല്ലോ. ആദ്യം ഇങ്ങോട്ടൊക്കെ അടിച്ചാൽ അപ്പോൾ അവിടുത്തെ പട്ടാളക്കാരുടെ ഇടയിൽ നമുക്ക് വേണ്ടപ്പെട്ടവരും അല്ലെങ്കിൽ നമ്മുടെ രഹസ്യാന്വേഷണ വിഭാഗമൊക്കെ കയറിയിട്ടുണ്ട്. അല്ലെങ്കിൽ നീ പട്ടാളം തന്നെ ഇന്ത്യയുടെ ഡോവലിന്റെ നിയന്ത്രണത്തിലാണെന്ന് അറിയത്തില്ല ഒരു വിഭാഗം. തമാശയല്ല, അങ്ങനെ കയറി അടിക്കാൻ പറയാം. കയറി അടിച്ചാൽ രക്ഷപ്പെട്ടില്ല. കയറി അടിച്ചാൽ അവനെ ഓരപ്പടം കഴിഞ്ഞോട്ട് കത്തിച്ചെറിഞ്ഞാൽ മതിയായിരുന്നു. പിന്നെ പടപടപടോന്ന് അടിക്കാമല്ലോ, കാരണം ആയല്ലോ. അപ്പോൾ അതിനുവേണ്ടിയുള്ളൊരു ശ്രമം ഇന്ത്യയുടെ ഭാഗത്ത് നടക്കുന്നതാണോ പാകിസ്ഥാന്റെ അതിബുദ്ധിയാണോ എന്നുള്ളതിനെ പറ്റിയാണ്. ഖോജാ ഹൂയിപ്പൊക്കെ ഇല്ലേ അതിന്റെ പ്രതിരോധ മന്ത്രി, ഖോജാ സാഹിബ് അല്ല. ഈ ഒരു രാജ്യത്തിന്റെ നമ്മുടെ പ്രതിരോധ മന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയൊക്കെ കണ്ടിട്ട് ഏറ്റവും കൂർമ്മ ബുദ്ധിയുള്ളവനും ഏറ്റവും തലച്ചോറുള്ളവനും ഒക്കെ ആഭ്യന്തരമന്ത്രി, പ്രതിരോധ മന്ത്രി, അല്ലെങ്കിൽ എന്താ പറയുന്നത് വിദേശകാര്യമന്ത്രിയാക്കും. ഇതെന്ന് പറഞ്ഞാൽ ഏറ്റവും പൊട്ടനെ പിടിച്ച് ആഭ്യന്തരമന്ത്രിയാക്കും, അതിനെക്കാട്ടി പൊട്ടനെ പിടിച്ച് പ്രധാനമന്ത്രിയാക്കും. ശ്രദ്ധിച്ചു നോക്കിയോ, അയാൾക്കൊരു അത് പറഞ്ഞപ്പോഴാണ് സാർ പ്രധാനമന്ത്രി ഇപ്പൊ കാണാനില്ല, അയാൾ ഉണ്ടോന്ന് പോലും അറിയില്ല. ഒരു പ്രസ്താവന പോലും കഴിഞ്ഞ കുറെ നാളുകളായിട്ട് അയാൾക്ക് റോളില്ല. അയാൾ വിചാരിക്കുന്നത് ഇനി അവിടെ കുളമൊക്കെ കുടിച്ചിട്ടുണ്ട്, സ്വിമ്മിംഗ് പൂളിൽ കിടക്കുമായിരുന്നു. നമ്മളെ സിന്ധു 2ാം ഓപ്പറേറ്റ് ചെയ്തു. വെളുപ്പാങ്കാലത്ത് തന്നെ മുനീർ വിളിച്ചു, ഞാൻ അന്നേരം സ്വിമ്മിംഗ് പൂളിലായിരുന്നു, ഞാനിത് കേട്ടപ്പോ സ്വിമ്മിംഗ് പൂളും പറ്റി ഞാനും വെളിയിറങ്ങി എന്നൊക്കെ പറഞ്ഞിട്ട് പ്രസ്താവന കണ്ടില്ലായിരുന്നു. വെള്ളം പറ്റിപ്പോയെന്ന് കേട്ടപ്പോഴേ സ്വിമ്മിംഗ് പൂളില്. അയാൾ പിന്നെ കയറി ഇത് കാര്യം പറഞ്ഞു, തിരിച്ചടി കൊടുത്ത് എവിടെ തിരിച്ചടി കൊടുത്ത് ആ ബങ്കറിലിരുന്നുകൊണ്ട് ഇവനെ കേട്ടില്ലയോ. അവന് യുദ്ധവും കണ്ടിട്ടില്ല, സൗണ്ട് മാത്രം കേൾക്കാനാണ് നമ്മൾ അറിഞ്ഞപ്പോൾ. ഈ ബെമ്മോസിന്റെ മൂളലും കേൾക്കാൻ ബങ്കറിനകത്തായണ്ടേ നമ്മൾ എവിടെയെങ്കിലും ഇരിക്കും, അല്ലാതെ യുദ്ധം ഒന്നും കണ്ടില്ല. അത് കഴിഞ്ഞിട്ട് ഇയാൾക്ക് സമ്മാനം കൊടുക്കുന്നു, അയാൾ ഇങ്ങോട്ട് കൊടുക്കുന്നു എന്ന് വെച്ചാൽ പാകിസ്ഥാനുള്ള പൊട്ടന്മാരെ ഏറ്റവും നല്ലപോലെ യുദ്ധം ചെയ്തെന്ന് പണ്ടങ്ങാണ്ട് അവിടെ തീ കത്തിയതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് ആ ഫോട്ടോ ഫ്രെയിം ചെയ്ത് പ്രധാനമന്ത്രി മുനീറിന് കൊടുക്കുക. ഏറ്റവും നല്ലതുപോലെ ഇന്ത്യയെ ആക്രമിച്ചതിന് ഉള്ള സമ്മാനം മുനീർ ഒന്ന് മേടിച്ച് വീട്ടിൽ കൊണ്ടുപോയി. എവിടെ ഇന്ത്യ ആക്രമിച്ച്? അവൻ യുദ്ധവും കണ്ടിട്ടില്ല, അവനൊന്നും അറിഞ്ഞിട്ടില്ല. ബങ്കറിൽ നിന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ട് മേപ്പോട്ടിലെ തൊരപ്പനെലിയുണ്ട്, മേപ്പോട്ടിലെ എലി മാന്താൻ വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കും, മാന്തി മണ്ണിനടി കൂടെ തന്നെ പുള്ളി പോകുന്നത്. എന്നാലും ശാലം കരുത്തിയിട്ട് ഇയാൾ മേപ്പോട്ട് നോക്കും, വീണ്ടും മാന്തി പോകുന്നതിലായിരുന്നു പുള്ളിയുടെ പരിപാടി. അപ്പോൾ എന്നിട്ട് അവൻ്റെ ഇതല്ല, അത് പിന്നെ അവിടെ വിദ്യാഭ്യാസം കൂടുതലുള്ള ഈ സാധാരണക്കാരുണ്ട്. ഇന്ത്യ അടിക്കുന്നത് ഇങ്ങനെ നോക്കിയിരിക്കുന്നത്. വേറെ മാധ്യമങ്ങളൊന്നും അവിടെ വലുതായിട്ട് ആക്സസ് ഇല്ല, പിന്നെ വായിക്കാനും അറിയത്തില്ല, അവരുടെ ഭാഷ പറയുന്നതല്ലേ അറിയത്തുള്ളൂ. അപ്പോൾ ഇന്ത്യ അടിച്ചു, 3 ബോംബിട്ടു, 27 വിമാനം തകർത്തു. അന്നേരം എന്നിട്ട് ഈ പപ്പുവിൻ്റെ പ്രസ്താവനയും കൊടുക്കും. നമ്മുടെ ഇന്ത്യ, നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ നോക്ക്, അവിടുത്തെ 55 കൊല്ലം ഇന്ത്യ മഹാരാജ്യം ഭരിച്ച നെഹ്റു കുടുംബത്തിൻ്റെ ഇനിയും ഭരിക്കാനിരിക്കുന്ന ആളാ രാഹുൽ ഗാന്ധിയാ പറയുന്നത്. കണ്ടോ, അവിടുത്തെ 7 വിമാനം വീണു, ഞങ്ങൾ പറയുമ്പോഴേ നിങ്ങൾക്ക് വിശ്വാസമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ടിക്കറ്റ് കൊടുക്കും. ആമാര് സന്തോഷം, സമാധാനം, തൃപ്തി, ഭക്ഷണമില്ല എന്നുള്ളതേ ഉള്ളൂ. ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയാ കാര്യങ്ങൾ. ഏതായാലും സിന്ദൂർ ഉടനെ ഉണ്ട്. ക്രിസ്മസ് ആഘോഷമായിട്ട് അത് വരുമോ എന്നുള്ളത് നമ്മൾ നേരത്തെ പറയുന്നത്. അതിനുള്ള പാകിസ്ഥാനിലാണ് ഇപ്രാവശ്യം കേക്ക് മുറിക്കുന്നതെന്നാണ് തോന്നുന്നത്. അതിനുള്ള സാധ്യത വളരെ കൂടുതൽ. ഏതാണ്ട് തെളിവൊക്കെ കിട്ടി. ഇപ്പം G20 അദ്ദേഹം പറഞ്ഞു കാര്യങ്ങളൊക്കെ എല്ലായിടത്തും പറഞ്ഞതുപോലെ വേണ്ടി വരും, അല്ലെങ്കിൽ എല്ലാവരെയും ബോധ്യപ്പെടുത്തി. അതിനപ്പുറം നമുക്ക് ബോധ്യപ്പെടുത്തേണ്ട രാജ്യങ്ങളെയൊക്കെ കൃത്യമായിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടാകും. കാരണം അല്ലാത്ത ഒരു തിരിച്ചടിയല്ല, അർഹമായ തിരിച്ചടി കൊടുക്കും. ഇതിന് കാരണക്കാരൻ എന്നാണ്, അതുകൊണ്ട് നോക്കിയിരിക്കാൻ പറ്റത്തില്ല എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ഇതിനകത്ത് വേറൊരാളൂടെ കയറി വന്നിട്ട് കൂട്ടത്തിൽ കിട്ടുമെന്നുള്ള തുർക്കിയെയും കൂടെ അതിനകത്ത് നോത്തം ഇട്ടിട്ടുണ്ടെന്നാണ് അറിവ്. ഏത് രീതിയിലുള്ള അടിയാന്ന് നമുക്കറിയത്തില്ല. എന്തായാലും കൊടുക്കും കേട്ടോ. കാരണം ഇവന് ഈ ഡയറക്റ്റ് ഇടപെടാൻ പറ്റാത്ത രീതിയിൽ ഇതുപോലെ കിട്ടും.
ഇവിടെ പൊട്ടിച്ചിട്ട് ആരാന്നറിയാൻ പറ്റത്തില്ലല്ലോ. അതുപോലെ എർദോഗൻ ഇരിക്കുന്ന എൻ്റെ കീഴിലൊക്കെ പൊട്ടുമ്പോൾ പുള്ളിക്ക് പറയാനൊക്കത്തില്ല, ഇന്ത്യ ഒന്നും പറയാനൊക്കത്തില്ല. ഇപ്പോൾ കുറേ വിമാനം മേപ്പോട്ട് പോയി താപ്പോട്ട് വീണൊക്കെ ഒന്നും പറയുന്നില്ല. ശരി, വിമാനം വീണു.